പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. വാശിയോട് അവൾ ഡെബിയോട് അലറിയതും ഡെബി അവൾ പറഞ്ഞത് കേട്ട് തകർന്നു നിറ കണ്ണുകളോട് അവളെ നോക്കി. ദേവ. ഡെബി അവിശ്വസനീയോടെ അവളെ നോക്കിയിട്ട് ഇറച്ചിയോടെ വിളിച്ചു. ശല്യം ചെയ്യാതൊന്ന് പോകോ, എനിക്കിതിരി മനസമാധാനം വേണം. ഡെബിയുടെ മുഖത്ത് നോക്കി മിത്ര അത്രയും പറഞ്ഞ് കഥക് വലിച്ചടച്ചതും എല്ലാം തകർന്നവനെ പോലെ ഡെബി ഇത്തിരി നേരം മടഞ്ഞ ആ ഡോറിലേക്ക് നോക്കി നിന്നു. അവളുടെ വാക്കുകൾ ഉള്ളിലുണ്ടാക്കിയ മുറിവിൽ നിന്നും രക്തം കിനിയുന്നത് ഡെബി അറിഞ്ഞു. ആരോടൊന്നും പറയാൻ നിൽക്കാതെ എല്ലാം തകർന്നവനെ പോലെ അവിടുന്ന് പടിയിറങ്ങുമ്പോൾ പോലും ഡെബിയുടെ ഉള്ളിൽ അവളോടുള്ള അഗാധമായ പ്രണയത്തിന് ഒരു തരിമ്പ് പോലും കുറവ് വന്നില്ലായിരുന്നു. ഡെബിയുടെ വണ്ടി അകന്നു പോകുന്ന ശബ്ദം കേട്ടിട്ടും മിത്രയിൽ ഒരു മാറ്റവും വന്നില്ല. എല്ലാം തകർന്നവനെ പോലെ തനിക്ക് മുന്നിൽ നിൽക്കുന്നവനെ കണ്ടിട്ട് പോലും അവളുടെ കണ്ണുകൾ നിറഞ്ഞില്ല. പകരം ദേഷ്യമായിരുന്നു അവളിൽ നിറഞ്ഞിരുന്നത്, തന്നോട് തന്നെയുള്ള ദേഷ്യം. കുരിശുമുറ്റത്തെത്തിയ ഡെബി അന്ന് പിന്നെ ട്യൂഷൻ സെൻറ്ററിലേക്കും സൂപ്പർ മാർക്കറ്റിലേക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടി. വൈകിട്ട് എല്ലാവരും വന്ന ശേഷം മിത്രയെ കാണാതെ അന്വേഷിച്ചതും ഡെബി എല്ലാം അപ്പനോടും മറ്റുള്ളവരോടും തുറന്നു പറഞ്ഞു. ഡെബിയുടെ സങ്കടം കണ്ട് അവളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് അപ്പച്ചൻ പറഞ്ഞുവെങ്കിലും മിത്രയുടെ ഭീഷണിയോർത്ത് ഡെബി അപ്പനെ തടഞ്ഞു. കാരണം അവളുടെ വാശിയെക്കുറിച്ച് അവന് നല്ലതുപോലെ അറിയാമായിരുന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അവളില്ലാതെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡെബി ട്യൂഷൻ സെൻറ്ററിലേക്ക്, അത് കഴിഞ്ഞ് വന്നാൽ സൂപ്പർ മാർക്കറ്റിലേക്കും പോയി തുടങ്ങി. ഇല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നവനറിയാം. മിത്ര പോയതോടുകൂടെ കുരിശുമുറ്റം വീട് പഴയ കളിയും ചിരിയില്ലാതെ ഉറങ്ങിപ്പോയിരുന്നു. മിത്രയുടെ വീട്ടുകാരെല്ലാവരും മിത്രയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി പരിശ്രമിച്ചെങ്കിലും അവൾ ആരെയും അടുപ്പിക്കാതെ റൂമിൽ തന്നെ കഴിച്ചു കൂട്ടി. എന്നാൽ അവൾ സായി അവനോട് മാത്രം മിണ്ടുന്നതും ഇടപെടുന്നതും കാണുമ്പോൾ എല്ലാവരിലും പല സംശയങ്ങളും ഉടലെടുത്തു. ഇടയ്ക്ക് കാര്യം പറഞ്ഞ് രാധു മിത്രയെ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും രാധുവിൻ്റെ നമ്പർ പോലും അവൾ ബ്ലോക്കാക്കി വെച്ചിരുന്നു. അന്നത്തെ മിത്രയുടെ ആ ഭീഷണിക്ക് ശേഷം രവി അവളെ കാണാനോ മിണ്ടാനോ ശ്രമിച്ചിരുന്നില്ല. എന്നാലും അവൾ ഇന്നോ നാളെയോ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ദിവസങ്ങൾ തള്ളി നീക്കി. അങ്ങനെ പ്രതീക്ഷയോടെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. എന്നേക്ക് 6 മാസം കഴിഞ്ഞുവെങ്കിലും അവളിൽ നിന്നൊരു പോസിറ്റീവ് സൈൻ പോലും ഇല്ലാതെ വന്നതും അത് രവിയെ വല്ലാതെ ഒലിച്ചിരുന്നു. എന്നാലും തൻ്റെ ദേവ തിരിച്ചു വരുന്ന പ്രതീക്ഷ അവനിൽ നിറഞ്ഞു നിന്നു. കോളേജിൽ നിന്നും വന്ന ഡെബിയെ കാത്ത് വീടിൻ്റെ ഉമ്മറത്ത് അപ്പച്ചനുണ്ടായിരുന്നു. എന്നതാ അപ്പച്ചൻ മുഖം വല്ലാതിരിക്കുന്നത്? ഡെബിയുടെ ചോദ്യത്തിന് അപ്പൻ ഒന്നും മിണ്ടാതെ കയ്യിലുള്ള എൻവലപ്പ് ഡെബിക്ക് നേരെ നീട്ടിയതും സംശയത്തോടെ ഡെബി അത് വാങ്ങി തുറന്നു നോക്കിയതും വായിച്ചതും മിത്രയയച്ച ഡിവോഴ്സ് നോട്ടീസ് കണ്ട് ഡെബി ഞെട്ടിത്തറഞ്ഞു നിന്നു. ഡിവോഴ്സ് ഫയൽ ചെയ്യാനുള്ള കാരണം വായിച്ചതും ഡെബിയുടെ ഞെട്ടിൽ മാറി മുഖം ദേഷ്യം കൊണ്ട് കടുത്തു. അപ്പാ, ഞാനിപ്പോൾ വരാം. കയ്യിലെ ഡിവോഴ്സ് നോട്ടീസ് മടക്കി പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഡെബി അപ്പനോട് പറഞ്ഞു. എങ്ങോട്ടാ ഡെബി? ദേവി ഒന്ന് കണ്ടിട്ട് വരാം. ശബ്ദം കടുപ്പിച്ച് അത്രമാത്രം പറഞ്ഞ് ഡെബി തിരിഞ്ഞ് ബൈക്കിനരികിലേക്ക് നടന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ദേഷ്യത്തിൽ ദേവർമഠം തറവാട് ലക്ഷ്യം വെച്ച് ബൈക്ക് ഓടിച്ചു. ദേവാ! ദേവർമഠത്തിലെത്തിയതും ബൈക്ക് സ്റ്റാൻഡിൽ നിർത്തി ഇറങ്ങി ഉടുത്തിരുന്ന മുണ്ടും മടക്കി കുത്തി ദേഷ്യത്തിൽ അവളെ വിളിച്ച് ഡേവിഡ് വീടിനുള്ളിലേക്ക് കയറിയതും ശബ്ദം കേട്ട് എല്ലാവരും ഇറങ്ങി വന്നു. എന്താ ഡെബി, എന്താ പ്രശ്നം? അവൻ്റെ മുഖത്ത് ദേഷ്യം കണ്ട് അയ്യരി ചോദിച്ചു. പറയാം, ആദ്യം ദേവയെ വിളിക്ക്. ദേവാ, ഇങ്ങോട്ട് ഇറങ്ങി പാടി. ഡെബി മുകളിലേക്ക് നോക്കി വിളിച്ചതും അവൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ട് മിത്ര താഴേക്ക് ഇറങ്ങി വന്നു. പതിയെ പടികൾ ഇറങ്ങി വരുന്നവളിൽ ഡെബിയുടെ മിഴികൾ കുരുത്തു. 6 മാസങ്ങൾക്കിപ്പുറമാണ് ഡെബി തൻ്റെ ദേവയെ കാണുന്നത്. മെലിഞ്ഞ് കണ്ണെല്ലാം കുഴിഞ്ഞ് കവളൊട്ടി തോളെല്ലാം പുറത്തേക്ക് ഉന്തി ക്ഷീണിച്ച് അവശയായ അവളുടെ കോലം കണ്ടതും ഡെബിയുടെ ഉള്ളൊന്നും പെടഞ്ഞെങ്കിലും സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ നടക്കുന്ന അവളോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി. എന്തിനാ വിളിച്ചത്? ഡെബിയുടെ മുന്നിലെത്തിയതും അവൻ്റെ മുഖത്ത് നോക്കാതെ മിത്ര ശബ്ദം കടുപ്പിച്ച് ചോദിച്ചു. എന്താടി ഇത്? ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ മാത്രം എന്ത് പ്രശ്നം നിനക്കെന്ന് എനിക്ക് അറിയണം. പോക്കറ്റിൽ വെച്ച ഡിവോഴ്സ് നോട്ടീസ് എടുത്ത് മിത്രയ്ക്ക് മുന്നിൽ തുറന്ന് കാണിച്ചുകൊണ്ട് ഡെബി ചോദിച്ചതും മിത്രയടക്കം അവിടെയുള്ള എല്ലാവരും ഞെട്ടി. ഇത്രയും കാലം നീ എൻ്റെ കൂടെ ജീവിച്ചിട്ട് എപ്പോഴെങ്കിലും ഞാനോ എൻ്റെ വീട്ടുകാരോ നിന്നെ ഒന്ന് നുള്ളി നോവിച്ചിട്ടുണ്ടോ? ഡെബിയുടെ ചോദ്യം കേട്ടതും മിത്ര ഇല്ലെന്ന് തലയാട്ടി. അവിടെയുള്ളവർ നിന്നെ സ്വന്തം മോളെ പോലെയും കൂടപ്പിറപ്പനെ പോലെയല്ലേടി സ്നേഹിച്ചിട്ടുള്ളൂ. പിന്നെ എന്തിനാടി ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചത്? ഉള്ളു തുറന്നല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചത്. പിന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നീ ഇന്ന് വരും നാളെ വരുമെന്ന് കരുതി ഇന്നും പ്രതീക്ഷയോടെയാ ഞാൻ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. പക്ഷേ നിന്നിൽ നിന്നും ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ദേവാ. അവസാനമായപ്പോഴേക്കും ഡെബിയുടെ ശബ്ദം വിടറിയതെറിഞ്ഞ് മിത്ര നിറകണ്ണുകളോട് മുഖം ഉയർത്തി നോക്കിയതും സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ചുവന്നു കലങ്ങി നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ കണ്ണുകൾ കണ്ടതും മിത്രവൻ നോക്കാനാകാതെ മുഖം താഴ്ത്തി കണ്ണുനീർ വാർത്തു.
മിത്രയുടെ അച്ഛനും അമ്മയും ഏട്ടന്മാരുമെല്ലാം അവൾ ചെയ്തത് ഇഷ്ടപ്പെടാതെ അവളെ ദേഷ്യത്തിൽ നോക്കി. ഞാൻ നിന്നോട് കാണിച്ച സ്നേഹമെല്ലാം നീ ഒരു തമാശയായിട്ടാണ് എടുത്തത്, അതോ എൻ്റെ സ്നേഹത്തിൽ നിനക്ക് വിശ്വാസമല്ല ദേവാ? ഡെവിയുടെ ചോദ്യം കേട്ടത് മിത്ര ഞെട്ടി മുഖമുയർത്തി അവനെ നോക്കി. പിന്നെ അങ്ങനെയൊന്നും അല്ലെന്ന രീതിയിൽ കണ്ണീരോട് അവനെ നോക്കി വിലങ്ങനെ തലയാട്ടി. പിന്നെ എന്തിനാ ദേവ ഇതെല്ലാം? പറ, എന്താ നിന്റെ പ്രശ്നം? ഡെവി ദേഷ്യത്തിൽ മിത്രയുടെ കയ്യിൽ പിടിച്ച് അവളെ ഒന്ന് ഉലച്ചുകൊണ്ട് ചോദിച്ചു. എന്നോടൊന്നും ചോദിക്കല്ലേ പ്ലീസ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മിത്ര പറഞ്ഞത് കേട്ട് ഡെവിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളുടെ കയ്യിലെ പിടിയയച്ചു. ഇല്ല, ഇനിയൊന്നും നിന്നോട് ചോദിക്കുന്നില്ല. എന്നെക്കൊണ്ട് നീ കുടുങ്ങണ്ട. എവിടെ വേണമെങ്കിലും ഡിവോഴ്സിന് ഞാൻ സൈൻ ചെയ്ത് തരാം. സ്വരമിടാതിരിക്കാൻ ശ്രമിച്ച അത്രമാത്രം പറഞ്ഞ് ഡെവി പോക്കറ്റിൽ നിന്ന് പേനെടുത്ത് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് ആ പേപ്പർ ബലമായി അവളുടെ കയ്യിൽ വെച്ചു കൊടുത്ത് നിറകണ്ണോട് അവളെ നോക്കി ഡെവി തിരിഞ്ഞു നടന്നതും ആ പേപ്പറും നെഞ്ചോട് അടക്കി പിടിച്ച് മിത്ര നിലത്തേക്ക് ഊർന്നിരുന്ന് കണ്ണുനീർ വാർത്തു. സത്യം പറ പാട്ടി, ആ ഡിവോഴ്സ് പേപ്പർ ഡേവിഡിന് അയച്ചു കൊടുത്തത് പാട്ടിയല്ലേ? ഹാളിൽ നടക്കുന്നതെല്ലാം കണ്ട് രസിക്കുന്ന പാട്ടിയെ പിടിച്ചു വലിച്ചൊരു സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് സായി ചോദിച്ചു. അതെ, ഞാൻ തന്നെയാ. എന്തിനാ പാട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളുടെ മനസ്സിൽ ഡേവിഡ് മാത്രമേ ഉള്ളൂ. അതെക്കാലവും അങ്ങനെ തന്നെയാകും. പാട്ടി എന്താ അതൊന്നും മനസ്സിലാക്കാത്തത്? പൊട്ടി വന്ന ദേഷ്യം അടക്കി നിർത്തി സായി പാട്ടിയോട് പറഞ്ഞു. ഞാനീ ചെയ്യുന്നതെല്ലാം നിനക്ക് വേണ്ടിയാ. എനിക്ക് അവളെ വേണ്ടാന്ന് ഞാൻ എത്ര തവണ പാട്ടിയോട് പറഞ്ഞു. പാട്ടി ഇപ്പൊ അവരെ തമ്മിൽ അകറ്റിയാലും മിത്രക്കൊരിക്കലും ഡേവിഡിനെ മറന്ന് എന്നെ സ്വീകരിക്കാൻ കഴിയില്ല. അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ പാട്ടി. പറ്റില്ല. എന്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കള് ഇന്നലെ കയറി വന്ന ആ നസ്രാണികൾക്ക് അനുഭവിക്കാനുള്ളതല്ല. അതിനെ ഞാൻ അനുവദിക്കില്ല. പാട്ടി പറഞ്ഞത് കേട്ട് സായി അവരെ ഒന്ന് നോക്കി ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി. നിന്റെ എല്ലാ വാശിക്കും ഇഷ്ടത്തിനും കൂട്ടുനിന്ന് നിന്നെ നെഞ്ചിൽ കൊണ്ട് നടന്നല്ലേ ഡെവി നിന്നെ സ്നേഹിച്ചത്. പിന്നെ എന്തിനാ കുഞ്ഞി നീ അവനെ ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്നത്? എന്ത് പ്രശ്നം ഉണ്ടായാലും തുറന്ന് സംസാരിച്ചൂടെ നിനക്ക്? അയ്യരും മിത്രയോടായി അതും പറഞ്ഞ് പോയതും അവളുടെ അമ്മ അവളെ ഒന്ന് നോക്കി ഒന്നും പറയാതെ അയാൾക്കൊപ്പം പോയി. നീ ചെയ്ത് തെറ്റായി പോയി കുഞ്ഞി, ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല. ഡേവിക്ക് പകരം വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പം നിന്റെ കവളിൻ്റെ കോരം തന്നെ മാറിയിരുന്നു. ദേവനും ദീക്ഷിത്തും മിത്രയെ കുറ്റപ്പെടുത്തി പറഞ്ഞു പോയതും മിത്ര പൊട്ടിക്കരഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. ഇതെല്ലാം കണ്ട് രസിച്ചു നിന്ന പാർട്ടി കീർത്തിയുടെ തുറച്ചുനോട്ടം കണ്ടതും വേഗം അവിടെ നിന്ന് പോയതും കീർത്തി മിത്രക്കരികിലേക്ക് വന്ന് അവളെ എണീപ്പിച്ച് സെറ്റിയിലേക്ക് ഇരുത്തി. പോട്ടെ കുഞ്ഞി, അവരുടെ കുറ്റപ്പെടുത്തൽ കേട്ട് നീ സങ്കടപ്പെടണ്ട. മിത്രയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് കീർത്തി പറഞ്ഞു. ഈ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് മിത്ര പറഞ്ഞു. നിന്റെ മനസ്സിലിപ്പോഴും ഡെവിയാണെന്ന് അറിയാം. പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ ഡിവോഴ്സ് നോട്ടീസ് അയച്ചത് ഞാനല്ല ചേട്ടത്തി. മിത്ര പറഞ്ഞത് കേട്ട് കീർത്തി ഞെട്ടി. നീ അല്ലെങ്കിൽ പിന്നെ ആരാ? കീർത്തിയുടെ ചോദ്യത്തിന് മിത്ര മൗനമായി തേങ്ങി. നീ ഇങ്ങനെ കരയല്ലേ? എന്തിനാ നീ ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ട് ഡെവിയെ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ഇനിയെങ്കിലും പറ കുഞ്ഞി, നീ കാരണം അവർക്ക് എത്ര വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ? മിത്രയുടെ ഉള്ളിലുള്ളത് അറിയാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ട് കീർത്തി പറഞ്ഞു. ഞാൻ ഈ ചാനി ചേരിലെടുത്തി. ഈ ചാനി പറ്റിയ പെണ്ണല്ല ഞാൻ. അതെന്തിപ്പം അങ്ങനെ തോന്നാൻ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് മിത്ര പറഞ്ഞതും കീർത്തി സംശയത്തിൽ ചോദിച്ചു. ഞാൻ ഈ ചായൻ്റെ ലൈഫിലുണ്ടായ ഈ ചായൻ്റെ ജീവിതം കൂടെ ഇല്ലാതാകിയുള്ളൂ. എനിക്കൊരിക്കലും ഒരു അമ്മയാകാൻ കഴിയില്ലെടുത്തി. ഈ ജന്മനെ കൊണ്ടതിന് കഴിയില്ല. അതാ എല്ലാവരെയും വെറുപ്പിച്ച് ഇറങ്ങി വന്നത്. ഇത്രയും കാലം തൻ്റെ മനസ്സിൽ കിടന്ന് പുകഞ്ഞിരുന്നത് കീർത്തിയോട് തുറന്നു പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മിത്ര കീർത്തിയുടെ മാറിലേക്ക് ചാഞ്ഞു. നിന്റെ ഈ കുറവറിഞ്ഞ ഡേവിഡ് നിന്നെ ഉപേക്ഷിക്കുമെന്ന് കരുതിയോ കുഞ്ഞി? നീ 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും നീ അവനെ മനസ്സിലാക്കിയില്ലല്ലോ. മിത്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കീർത്തി ചോദിച്ചു. ഇല്ല, എൻ്റെ ചായൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കാര്യം അറിഞ്ഞ ഈ ചായൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല. കണ്ണുനീരിനിടയിലും ഉറപ്പോടെ മിത്ര കീർത്തിയോട് പറഞ്ഞു. പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ ഇങ്ങനെയൊക്കെ ചെയ്തതിലൂടെ നീ മാത്രമല്ല കുഞ്ഞി വിഷമിക്കുന്നത്. അറിയാം, ഞാനെൻ്റെ ചായൻ്റെ കൂടെ ഉണ്ടായ ഈ ചായൻ്റെ കൂടെ ജീവിതം നശിച്ചു പോകുമെന്ന് പറഞ്ഞത് കൊണ്ടാ ആഗ്രഹമില്ലെങ്കിൽ കൂടിയും എല്ലാവരെയും വെറുപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അവരോട് വെറുതെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് തട്ടിക്കയറുമ്പോഴൊക്കെ വേദനിക്കുന്നത് ഞാനായിരുന്നു. ഏകിക്കരഞ്ഞുകൊണ്ട് മിത്ര പറഞ്ഞു. നീ കാര്യം പറ കുഞ്ഞി.
അന്ന് രാധുവിൻ്റെ കുഞ്ഞിൻ്റെ 28 പാട്ടി വീട്ടിലേക്ക് വന്നിരുന്നു. ഞാൻ മാത്രമുള്ളായിരുന്നു വീട്ടിൽ. കുഞ്ഞുങ്ങളുണ്ടാകത്തതിനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ചു. പാട്ടിയുടെ നിർബന്ധം കൊണ്ടാണ് അന്ന് പാട്ടിയുടെ കൂടെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. ഡോക്ടറെ കാണിച്ച് കുറേ ടെസ്റ്റ് ചെയ്തു. റിസൾട്ട് വന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ യൂട്രസിൽ കുഞ്ഞിന് താങ്ങാനുള്ള ശേഷിയില്ലെന്ന്. ബാക്കി പറയാതെ മിത്ര സങ്കടത്തിൽ വാപുത്തി കരഞ്ഞു. അവളെ നോക്കിയാവുന്നത് വരെ അവളുടെ തലയിൽ തലോടി കീർത്തിയിരുന്നു. ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിലും കാര്യമായ ഫലമല്ലൊന്നും കൂടെ പറഞ്ഞപ്പോൾ ആകെ തകർന്നു പോയിരുന്നു. പാട്ടി കൂടെ പറഞ്ഞതൊക്കെ കേട്ടാകെ തകർന്നു പോയി. ഞാൻ ഇച്ചായൻ്റെ കൂടെ കൂടി ഇച്ചായൻ ഒരിക്കലും സ്വന്തം കുഞ്ഞിനെ കാണാൻ കഴിയില്ല. ഉള്ളിൽ സ്വന്തം കുഞ്ഞിനെ വേണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഇച്ചായൻ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലൊതുക്കി എൻ്റെ കൂടെ ജീവിക്കും. അങ്ങനെ ആകുമ്പോൾ ഞാൻ കാരണം തകരുന്നത് എൻ്റെ ഇച്ചായൻ്റെ ജീവിതമല്ലേ. എൻ്റെ കുറവൊക്കെ അറിഞ്ഞ ഇച്ചായൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എന്നെ ചേർത്ത് പിടിക്കുന്നതിലൂടെ ഇച്ചായൻ്റെ ജീവിതം കൂടെ തകരും. എല്ലാം കൂടെ ആലോചിച്ചപ്പോൾ ഞാൻ സ്വയം ഒഴിഞ്ഞു പോയാൽ ഇച്ചായന് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് കരുതി ഞാൻ ഇറങ്ങി പോരുമ്പോൾ ആർക്കും സങ്കടമില്ലാതിരിക്കാൻ വേണ്ടിയാ ഞാൻ എല്ലാവരെയും വെറുപ്പിച്ചിറങ്ങി വന്നത്. ഇച്ചായനെ കണ്ടാൽ എല്ലാം പറഞ്ഞു പോയാലെന്ന് പേടിച്ച ഞാൻ ഇച്ചായനെ പോലും കാണാതെ ഒതുങ്ങി കൂടിയത്. എനിക്ക് ശരി ഇതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഓരോന്നോർത്തുകൊണ്ടും ഇത്ര പറഞ്ഞു. ശരിക്കും അവൾ ചെയ്തതായിരുന്നു ശരി. കാരണം അവൾ ചിന്തിച്ചത് രവിയുടെ ഭാവിയെക്കുറിച്ച് മാത്രമായിരുന്നു. നിന്റെ ശരി നിന്നെ അടക്കം എത്ര പേരെ വേദനിപ്പിച്ചെന്ന് അറിയോ? ഏത് ഡോക്ടറെ നീ കാണാൻ പോയത്? സംശയത്തോടെ മിത്രയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കിരൺ നാരായണൻ, നമ്മുടെ ഹോസ്പിറ്റലിലുള്ളതാ. സത്യം പറഞ്ഞൂടെ നിനക്ക് രവിയോട്? വേണ്ട, ഈ ചായനൊന്നും അറിയണ്ട. വെറുത്തോട്ടെന്നെ. അങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കുമല്ലോ. കരച്ചിൽ കുറച്ച് മൂക്ക് വലിച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. അത്രയും കിടന്നും കീർത്തി മിത്ര കാണാതെ വെച്ചിരുന്ന ഫോണിലെ കോള് കടിച്ചിട്ട് മിത്രയെ നോക്കി.